ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും പ്രവർത്തനക്ഷമമാകാതെ വർക്കല നഗരസഭയിലെ പൊതുശ്മശാനം. തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയിലാണ് ജനങ്ങളുടെ ദുരിതം തുടരുന്നത്. വർഷങ്ങളായുള്ള ആവശ്യം പ്രവർത്തന സജ്ജമായി കൺമുന്നിലുണ്ടെങ്കിലും ഇനിയും സമീപ പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് വർക്കല നിവാസികൾ. നഗരസഭ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ വർക്കല നിവാസികളുടെ ചിരകാല ആവശ്യമായിരുന്നു പൊതുശ്മശാനം എന്നത്. വർക്കല മേഖലയിൽ ശവസംസ്കാരത്തിന് സൗകര്യമില്ലാത്തതിനാൽ തിരുവനന്തപുരം, ശാന്തികവാടം, ആറ്റിങ്ങൽ തുടങ്ങിയിടങ്ങളെയായിരുന്നു ജനങ്ങൾ ആശ്രയിച്ചു പോന്നിരുന്നത്. നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പൊതുശ്മശാനം യാഥാർത്ഥ്യമായത്. വർക്കല കണ്ണുആശ്രമം പ്രദേശത്ത് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം വിലയ്ക്ക് വാങ്ങിയ 60 സെന്റ് സ്ഥലത്താണ് നഗരസഭ പൊതുശ്മശാനം നിർമ്മിച്ചത്. 2.2 കോടി രൂപ ചെലവിൽ 455.89 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായിരുന്നു നിർമ്മാണം. ഒരേ സമയം 2 സംസ്കാരം നടത്താൻ സൗകര്യമുള്ള ഗ്യാസ് ബർണർ സംവിധാനത്തിലാണ് ശ്മശാനം തയ്യാറാക്കിയത്. ഏറെ കൊട്ടിഘോഷിച്ച് 2024 ഫെബ്രുവരി 11 MP രാജേഷ് തറക്കല്ലിട്ട പദ്ധതി 2025 ഒക്ടോബർ 29 പ്രവർത്തന സജ്ജമായി. മന്ത്രി പി രാജീവായിരുന്നു വിമുക്തി എന്ന് പേര് നൽകിയ ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ശ്മശാനം നാടിന് സമർപ്പിച്ച് 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. വർക്കല സംബന്ധിച്ച് എല്ലാ നിർമ്മാണ പ്രവർത്തികളും പകുതി വഴിയിട്ട് ഇങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഉദ്ഘാടനം നടത്തും. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ശ്മശാനം ഉദ്ഘാടനം ചെയ്തിട്ട് ഇലക്ഷന് മുമ്പ് ശ്മശാനം ഉദ്ഘാടനം ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രവർത്തനം സജ്ജമായിട്ടില്ല. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തയ്യാറാക്കിയ ശ്മശാനം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ശ്മശാനത്തിനായി സജ്ജമാക്കിയ ഗ്യാസ് സിലിണ്ടറുകളടക്കം ഉപയോഗശൂന്യമാവുകയാണ്. നമ്മുടെ പൊതുശ്മശാനം ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് തൊട്ട് മുമ്പ് ഉദ്ഘാടന മഹാമഹം തന്നെ വർക്കല നടന്നു. ദിവസവും മന്ത്രിമാരെ കാണാനേ വർക്കല നിവാസികൾക്ക് നേരമുണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിൽ നിർമ്മാണ ഉദ്ഘാടനം പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന പൊതുശ്മശാനം. ഉദ്ഘാടനത്തിന് ശേഷം ഒരു ശവദാഹമെങ്കിലും അവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ അറിവിലില്ല. ഇപ്പോഴും ഞാൻ അന്വേഷിക്കുമ്പോഴത്തേക്ക് അവിടെ ജനറേറ്റർ എത്തിയിട്ടില്ല. അതുകൊണ്ട് അവിടെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ്. ഇപ്പോൾ പല പദ്ധതികളും ഇതാണ്, ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക, ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് പ്രവർത്തനക്ഷമമാക്കാതിരിക്കുക. അതാണ് ഇന്ന് നമ്മൾ വർക്കല ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. നഗരസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിടുക്കത്തിൽ ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും എന്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നില്ല എന്ന ചോദ്യമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. വലിയ തുക മുടക്കി നിർമ്മിച്ച വിമുക്തി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു. തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയിലാണ് ജനങ്ങളുടെ ദുരിതം തുടരുന്നത്. വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു പൊതുശ്മശാനം എന്നത്. അത് യാഥാർത്ഥ്യമായി പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആശയക്കുഴപ്പമാണ് നിലവിലുള്ളത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.